ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഗുരുപദം ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുരുപദം ടി വിയിലൂടെ കഴിഞ്ഞ കുറേ നാളുകളായി മഹാഗുരുവുമായി ബന്ധപ്പെട്ട നിരവധി പ്രഭാഷണങ്ങൾ, പഠന ക്ലാസ്സുകൾ, മഹാഗുരുവിൻ്റെ കൃതികളെ സംബന്ധിക്കുന്ന വ്യാഖ്യാനങ്ങൾ, കൃതികളുടെ ആലാപനങ്ങൾ, മഹാഗുരുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കാണുന്നുമുണ്ട്, പഠിക്കുന്നുമുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ പ്രേക്ഷകരുമാണ്. വലിയ പിന്തുണയും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്നുമുണ്ട്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഗുരുപദം ടി വി നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മളിന്ന് ശ്രീനാരായണ പരമ സദ്ഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് ചേർത്തല ശ്രീനാരായണ കോളേജിൻ്റെ തൊട്ട് പുറകുവശത്ത് ഒരു 500 മീറ്റർ മാത്രം ദൂരെ പ്രവർത്തിക്കുന്ന SCFE എന്ന് പറഞ്ഞാൽ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത, ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തിയും പേരുമുള്ള, ഏറ്റവും പാരമ്പര്യമുള്ള, 25 വർഷത്തെ പാരമ്പര്യമുള്ള സാരഥി കുവൈറ്റ് എന്ന് പറയുന്ന കുവൈറ്റിലെ ശ്രീനാരായണ പ്രസ്ഥാനമായ സാരഥി കുവൈറ്റിൻ്റെ നേതൃത്വത്തിൽ, അവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസി. ഇതൊരു സാധാരണ സ്കൂളോ അങ്ങനെയൊന്നുമല്ല. അതായത് യൂണിഫോംഡ് സർവീസ്, ഇപ്പോൾ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് അടക്കമുള്ള യൂണിഫോംഡ് സർവീസിലായിട്ടൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവും കൃത്യതയോടും കൂടി അവരെ ആ തൊഴിലിന് പാകപ്പെടുത്തത്തക്ക രീതിയിൽ അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അവരെ തികഞ്ഞ പരിശീലനം കൊടുത്ത് ഒരു സോൾജിയറാക്കി തന്നെ പുറത്തിറക്കുന്ന, ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എക്സാം എഴുതിയാൽ അവർ 100% അതിൽ വിജയിച്ചിരിക്കും. ആ ലെവലിൽ അവരെ ഗ്രൂം ചെയ്ത് വലുതാക്കുന്ന ഒരു സ്ഥാപനമാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസി. അധികം അങ്ങോട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇനി നമ്മൾ SCFEയുടെ അകത്തളത്തിലേക്ക് കയറുകയാണ്. അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ പരിശീലന പദ്ധതികൾ എല്ലാം നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ സർ. ഗുഡ് മോർണിംഗ്. Thank you, sir. Good morning. Good morning. Very good morning. Very good morning. Welcome. Good morning, sir. Good morning, sir. Please come. നമ്മൾ SCFEയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, മഹാഗുരുവിൻ്റെ ഒരു കമനീയമായ വിഗ്രഹമാണ് കടന്നു വരുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത്. ശ്രീനാരായണ പരമ സദ്ഗുരുവിൻ്റെ തിരുനാമധേയത്തിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ തൃപ്പാദങ്ങൾ നമ്മളെ പുഞ്ചിരിയോടുകൂടി എതിരേൽക്കുകയാണ്. ഒപ്പം 2 പേര് നമുക്ക് ഇവിടെ കൂടെ കാണാം. ഈ നിൽക്കുന്നത് സാരഥിയുടെ അല്ലെങ്കിൽ SCFEയുടെ ഡയറക്ടറാണ്. സാറിൻ്റെ പേര് S. വിജയൻ എന്നാണ്. ഇന്ത്യൻ ആർമിയിൽ ഫോർ ദ ലാസ്റ്റ് 34 വർഷം ഒരു ഓഫീസറായിരുന്നു, കേണലായിരുന്നു. ആർട്ടിലറി അല്ലെങ്കിൽ സാർ ഒരു റെജിമെൻറ്റിൻ്റെ തന്നെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. കൂടുതൽ കാര്യങ്ങൾ സാറ് പിന്നീട് പറയും. വളരെ പരിണിതപ്രജ്ഞനായ, വളരെ എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ബന്ധങ്ങളുള്ള സാരഥിക്കൊരു അസറ്റ് തന്നെയാണ് നമ്മളുടെ SCFEയുടെ ഡയറക്ടർ കേണൽ വിജയൻ സാറ്. സമീപത്ത് നിൽക്കുന്നത് നമ്മളുടെ SCFEയുടെ ചെയർമാനാണ് NS അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റാണ്. ഇവർ 2 പേരും ചേർന്നാണ് ഈ മഹനീയമായ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാരഥിയുടെ SCFE, ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി, ഒരു
ചെറിയ ബ്രീഫിംഗ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കാം. എങ്കിലും ഒരു ബ്രീഫിംഗ്, ഇൻട്രോ, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേണൽ സാർ തരുന്നതായിരിക്കും. സാർ പ്ലീസ്. നമസ്കാരം ഷാൻ. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലുള്ള ഒരു പാദമുദ്രയാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. ഇത് സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ സ്ഥാപനത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു കാലയളവിൽ പഠിപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുന്ന സമ്പ്രദായമല്ല. ഇത് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഒരു ഉദ്യോഗാർത്ഥിയുടെ അവൻ്റെ ബുദ്ധിശക്തി, അവൻ്റെ അഭിരുചി, അവൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവൻ്റെ കായികശേഷി, ഇതെല്ലാം പരിഗണിച്ച് അവന് ഉതകുന്നതായ ഒരു ജോലി കണ്ടെത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഈ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന ഈ സ്ഥാപനം നിർവഹിച്ചു വരുന്നത്. നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളായ കുവൈറ്റിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയായി 1999 സ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സാരഥി കുവൈറ്റ്. 2000 ആണ്ടിൽ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ സംഘടന ഏതാണ്ട് കുവൈറ്റിൽ ഇപ്പോൾ നിലവിലുള്ളവരും പിരിഞ്ഞു പോകുന്നവരുമായ ഏതാണ്ട് 6000-ൽ പരം അംഗങ്ങൾ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന കൂടിയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുദേവ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉയർന്നു പ്രവർത്തിക്കുന്നതിനും വളരുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ള പരമമായിട്ടുള്ള ലക്ഷ്യം ഗുരുദേവ സന്ദേശത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് സാരഥി പ്രവർത്തനം ആരംഭിച്ചത്. 1999 മുതൽ അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളെടുത്ത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിയമസാധുതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനം ആദ്യമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് 2005-ലാണ്. എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റ് എന്ന നിയമസാധുതയുള്ള ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിനുശേഷം സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന സാരഥി കുവൈറ്റിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം 2017 ആണ്ടിൽ ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ഏതാണ്ട് 50-ൽ പരം കോഴ്സുകൾ നമ്മളിവിടെ നടത്തി വരുന്നുണ്ട്. വിവിധ മേഖലയിലുള്ള യൂണിഫോംഡ് സർവീസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ ഡിഫൻസ് സർവീസുകളിലേക്കും അവർക്ക് വേണ്ടുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ്ങും ഓഫീസേഴ്സിൻ്റെ സെലക്ഷൻ ട്രെയിനിങ്ങും അതുപോലെ ആർമി, നേവി, എയർഫോഴ്സിലേക്കുള്ള അതർ റാങ്ക്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങുകളും ഇവിടെ നടത്തി വരുന്നുണ്ട്. അതിനു പുറമെ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിൽ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള എല്ലാ തസ്തികകളിലേക്കുമുള്ള ട്രെയിനിങ് പ്രോഗ്രാം, സെലക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ സജീവമായി നടത്തി വരുന്നുണ്ട്. അതിൽ ഉപരി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ലാംഗ്വേജ് ട്രെയിനിങ്, ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇന്ത്യക്കകത്തും പുറത്തും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് പരിശീലനം നടത്തി വരുന്ന ഒരു പ്രഥമഘടനത്തിൽപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്.
കേരള നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് മഹാഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ ഇത്രയും വലിയൊരു ആംബിയൻസിൽ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വന്നിരിക്കാൻ സാധിച്ചതിൽ തന്നെ 1-2 സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വളരെ നല്ല ചോദ്യം. കാരണം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്തുള്ള ഒരു സംഘടന ഇതുപോലൊരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരികയുള്ളൂ. കാരണം അവർക്ക് ലോകത്തിലെ ധാരാളം എക്സ്പോഷർ ഉള്ളവരാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി യൂണിഫോംഡ് സർവീസസിലേക്കാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഗവൺമെൻറ് ജോബിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ 70% ജോലി ഉള്ളത് യൂണിഫോംഡ് സർവീസസാണ്. യൂണിഫോംഡ് സർവീസസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്, ആർമി, നേവി, എയർഫോഴ്സ്. ഇത് 3ഉം ഡിഫൻസ് ഫോഴ്സസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടാതെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. ഈ പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഹോം മിനിസ്ട്രിയിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് CRPF ഉണ്ട്, CASF ഉണ്ട്, BSF ഉണ്ട്, ITBP ഉണ്ട്, അസാം റൈഫിൾസ് ഉണ്ട്, അതുപോലെയുള്ള പല പാരാമിലിറ്ററി ഫോഴ്സസും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇതിനോടുകൂടി RPF, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കസ്റ്റംസ്, എക്സൈസ്, ഫോറസ്റ്റ്, അതുപോലെ NDRF, ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു 70% വേക്കൻസീസ് എല്ലാം ഇതിലാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ, കേരളീയർ, കൂടുതലും ഫോക്കസ് ചെയ്യുന്ന റിമൈനിങ് 30%ലാണ്. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. ഈ യൂണിഫോം സർവീസസിൻ്റെ ഒരു പ്രത്യേകത, അതിന് സാധാരണ ലെവലിലുള്ളൊരു കോച്ചിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും കോച്ചിങ്. കാരണം അതിന് റിട്ടൺ എക്സാമിനേഷൻ മാത്രമല്ല, ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉണ്ടാകും. അപ്പോൾ ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഈ അക്കാഡമിക് കോച്ചിങ്ങും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ വളരെ വിരളമാണ്. അതാണ് ഈ SCFEയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ അവർ ജോലി സമ്പാദിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആഹ്ലാദം. അപ്പോൾ അങ്ങനെയുള്ള, അത് മാത്രമല്ല, ഇതിൽ പലരും ഓഫീസേഴ്സ് കാഡറിലാണ് ചെന്നെത്തുന്നതെന്ന് നോക്കുക. വെറും +2 ക്വാളിഫിക്കേഷനോടുകൂടി ഒരു ഓഫീസർ തസ്തികയിലെത്താൻ പറ്റുന്ന ഒരേ ഒരു ഡോർ നമുക്കുണ്ടെങ്കിൽ അത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഒരു പ്രത്യേകത, ഒരു കുട്ടിക്ക് അത് 19.5 വയസ്സ് വരെ മാത്രമേ അവിടെ അഡ്മിഷനുള്ളൂ. അപ്പോൾ ആ നേരത്തെ തന്നെ ആ കുട്ടിക്ക് അതിൻ്റെ അവെയർനെസ് ഉണ്ടായിരിക്കണം, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടിയുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ആ ഓഫീസേഴ്സ് കാഡറിലേക്ക് വേണ്ടി കമ്പീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലുടനീളം നമുക്ക് സൈനിക് സ്കൂൾസ് ഉണ്ട്, മിലിറ്ററി സ്കൂൾസ് ഉണ്ട്, RIMC ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് വേണ്ടിയാണ്. അവിടെയാണ് നമ്മുടെ കുട്ടികൾ ചെന്ന് മാറ്റുരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇവരുമായിട്ട് മാറ്റുരയ്ക്കണമെങ്കിൽ നമ്മുടെ കുട്ടിക്കും അതിന് പറ്റിയ രീതിയിലുള്ള ആ മോട്ടിവേഷൻ കിട്ടിയിരിക്കണം, ആ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണം, ആ രീതിയിലുള്ള ഗ്രൂമിങ് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് വേണ്ട പോലെ അവിടെ ശോഭിക്കാനും ഈ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ പോലെയുള്ളതൊക്കെ ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് ഞങ്ങൾ കൂടുതലും ഇവിടെ ഓഫീസേഴ്സ് കാഡറിലേക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അനുപാതത്തിൽ അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസി എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ആ അനുപാതത്തിൽ എന്തുകൊണ്ട് ഡിഫൻസ് ഫോഴ്സസിൽ ഓഫീസേഴ്സ് കാഡറിൽ പ്രാതിനിധ്യം ഇല്ല? ആ പ്രാതിനിധ്യം ഇല്ലാതെ വരുന്നതിൻ്റെ ആദ്യത്തെ കാരണം കുട്ടികൾക്ക് there is a lack of awareness, there is a lack of motivation, there is a lack of infrastructural facilities. ഇതെല്ലാം കിട്ടാത്തത് കൊണ്ട്
ഈ കുട്ടികൾ പലർക്കും മനസ്സിലാകാതെ വരുന്നുണ്ട്. അതുപോലെ അവർക്ക് ആ അവസരങ്ങൾ വേണ്ട പോലെ വിനിയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അത് കാരണം അവർക്ക് അവസരങ്ങൾ പാഴായി പോകുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. അതായത് ബാക്കിയുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത അഥവാ ബാക്കിയുള്ളവർ സാധാരണ എത്തിച്ചേരാത്ത മേഖലകളെ ഈ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള അവസരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്ത് അവരതിനു വേണ്ടി പ്രേരിപ്പിച്ച് അവരതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് അതിനു വേണ്ടി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതെല്ലാ രീതിയിലുള്ളവരുമുണ്ട്. ഓഫീസേഴ്സ് കാഡറുണ്ട്, അതുപോലെ ഓഫീസേഴ്സ് അല്ലാതെ ആ ബാക്കിയുള്ള വിധത്തിലുള്ള സബോർഡിനേറ്റ് കാഡേഴ്സിലുള്ള ആൾക്കാർക്കും നമ്മൾ ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമ്മൾ പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് വരുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ കൂടുതലും എൻട്രി നടക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെയാണ്. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ നമ്മുടെ നാട്ടിൽ ധാരാളം PSC കോച്ചിങ് സെൻറ്റേഴ്സുണ്ട്. പക്ഷേ SSCയുടെ കോച്ചിങ് സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിരളമാണ്. അതെന്തുകൊണ്ടാണ്? ഈ കുട്ടികൾക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെപ്പറ്റിയുള്ള ജ്ഞാനമില്ലാതെ പോകുന്നതുകൊണ്ടാണ്, അതിൻ്റെ അവയർനെസ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. കാരണം ഇവിടെ കേരള പോലീസിലൊരു 300 വേക്കൻസി പബ്ലിഷ് ചെയ്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ജൂബിലൻ്റായിട്ട് എല്ലാവരും PSC കോച്ചിങ് സെൻറ്ററിലേക്ക് പോയി അതിനുശേഷം പിന്നെ അതിൻ്റെ പഠിത്തമാണ്. അല്ലെങ്കിൽ ഒരു 50 LDCയുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള പഠിത്തവും പ്രിപ്പറേഷനും ഒക്കെയാണ്. എന്നാൽ നേരെ മറിച്ച് SSCയുടെ ഒരു വിജ്ഞാപനം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ 54,000 65,000 ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഇതേ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബ് സെക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പലരും മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം ഇവിടെ നമ്മൾ തുടർന്ന് വെക്കുന്നത്. അപ്പോൾ സാർ, നമ്മുടെ സ്ഥാപനത്തിലെ പ്രത്യേകതകൾ അത് വളരെ ക്ലിയറായിട്ട് സാറ് പറഞ്ഞു. അവസാനം പറഞ്ഞൊരു പോയിന്റ് എൻ്റെ അടുത്ത ചോദ്യം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ കുറിച്ച് സാറ് സംസാരിച്ചു. ഇവിടെ വരുന്നവരെ എൻ്റെ ഒരു ധാരണ ഇത് യൂണിഫോംഡ് സർവീസിനുള്ള ആർമിക്കും നേവിക്കും മാത്രമുള്ള ട്രെയിനിങ് ഉള്ളൊരു സ്ഥാപനമാണെന്നാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു കുട്ടി ആർമിയിലോ നേവി എയർഫോഴ്സ് പോലെ ഡിഫൻസിൽ വരാനുള്ളവർ മാത്രമാണോ വരേണ്ടത്? മറ്റെന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വളരെ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ IT ഫീൽഡ് അങ്ങ് ഡെവലപ്പ് ആയതോടുകൂടി ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ ലോകത്ത് ആവശ്യമുള്ള, അതായത് ലോകത്തിൽ നമ്മുടെ ഒരു ജോബ് ബാസ്ക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ എന്താണ് ആവശ്യം, അതായത് ഇന്ത്യക്ക് വെളിയിൽ എവിടെയാണ് ജോബ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് അവസരങ്ങൾ നമുക്കുള്ളത് എന്ന് കൂടി നമ്മൾ പറയും. കാരണം ഇത് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്നുള്ളത് സാരഥി കുവൈത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അവർക്ക് വിദേശവുമായിട്ടുള്ള ആ ബന്ധം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള ഫീൽഡ്, ഇതൊക്കെയാണ് പുതിയ മേഖലകൾ. ഈ മേഖലകളിലേക്കാണ് കൂടുതൽ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വെളിയിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് വേറെ പലരും ആയിട്ട് ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് ഈ കോഴ്സസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടെക്നോ ലീഡ് സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം ചെന്നൈയിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ AI ആൻഡ് റോബോട്ടിക്സിൽ സൗത്ത് ഇന്ത്യയിൽ വളരെ പേരെടുത്തൊരു സ്ഥാപനം. ആ സ്ഥാപനവുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AI ആൻഡ് റോബോട്ടിക്സിലുള്ള എല്ലാ കോഴ്സസും നമുക്ക് അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സിമിലർലി സക്കർസീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ചില കോഴ്സസ് ഉണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡുള്ളത്.
അപ്പോൾ ഈ കോഴ്സസ് പല വിധത്തിലുള്ള കോഴ്സ്, അതായത് അവർക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിലും ഡിഗ്രി ഹോൾഡേഴ്സിനാണെങ്കിലും ഈവൻ വെറും നോർമൽ സയൻസ് ഡിഗ്രി ഉള്ള കുട്ടികൾക്കാണെങ്കിലും ഇവർക്കെല്ലാം ചെയ്യാവുന്ന പല പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 100% പ്ലേസ്മെൻറ്റാണ്. അങ്ങനെയുള്ള സൈബർ സെക്യൂരിറ്റിയുടെ പല കോഴ്സസുകളും ഇതെല്ലാം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പെൺകുട്ടികളെ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് ഈ നഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസോ അല്ലെങ്കിൽ ഏറ്റവും നല്ല അവസരങ്ങൾ കാത്തിരിക്കുന്ന ജർമ്മനിയിലും ജപ്പാനിലുമൊക്കെയാണ്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് അതുപോലെ തന്നെ ആംബോസ് ജർമ്മനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവുമായിട്ട് ഞങ്ങൾ കൊളാബറേഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളിപ്പോൾ ആ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ട്. സിമിലർലി ഈ IELTS അതുപോലെ തന്നെ OET മുതലായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ കോഴ്സസുകളുണ്ട്. ഇത് ഇൻ്റർനാഷണൽ ഹയർ സ്റ്റഡീസിന് പോകാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും ഈ യോഗ്യതകൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ കോഴ്സസ് ചെയ്യാനായിട്ട് കേണൽസ് കാലിബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കോയമ്പത്തൂർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ഞങ്ങൾക്ക് കൊളാബറേഷനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുമായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള കോഴ്സസും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിൽ സൈനികമായിട്ടുള്ളതോ അർദ്ധ സൈനിക വിഭാഗത്തിലോ സൈനികേതര വിഭാഗത്തിലോ ഉള്ള ജോലികൾ അവർ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്നുള്ള ഇതിനേക്ക് വേണ്ടി SSB ഉണ്ട്, സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ അതിനു വേണ്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. ആ കുട്ടിയുടെ ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ നമ്മൾ DRDO എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഡോക്ടർ അബ്ദുൽ കലാമൊക്കെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ DRDOയിൽ ഈ കുട്ടി പോയി ആ പരീക്ഷ എഴുതാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയും ഞങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് അവൻ DRDOയുടെ പരീക്ഷയ്ക്ക് എഴുതുന്നു. ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റിൽ നമ്പർ 1. അയാൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെൻ ഹി വാസ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സമയത്ത് തന്നെ ഹി ഗോട്ട് ദ ജോബ് ഓർഡർ. അവന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. അപ്പോയിൻമെൻറ്റ് ഓർഡർ NPOയിൽ ഇപ്പോൾ ഓൾറെഡി ഹി ഈസ് വർക്കിംഗ് ആസ് എ ജൂനിയർ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ഓഫീസറായിട്ട് അതിപ്പോൾ സൈനികേതര മേഖലയാണത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, എന്നാൽ അവർ സിവിലിയൻസുമാണ്. അങ്ങനെയുള്ള മേഖലകളുണ്ട്. അതുപോലെ സ്പെഷ്യലൈസേഷനുള്ള മേഖലകളുണ്ട്. ഇതെല്ലാം എല്ലാ മേഖലകളിലേക്കും പറ്റുന്ന വിധത്തിലുള്ള കോച്ചിങ് അതുപോലെ ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മളുടെ സ്ഥാപനം എത്തിയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺസ്, നേട്ടങ്ങൾ, അത് സാർ ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും നേട്ടങ്ങളായിട്ട് ഇതിനെ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ചെറിയ കാലയളവ്, അതായത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം 7 വർഷം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമയം അല്ല. അത് വളരെ അതിൻ്റെ നേസൻ സ്റ്റേജാണ് ആ ഒരു സ്റ്റേജിൽ. ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ സ്ഥലത്ത് തന്നെ ഈ ഒരൊറ്റ ഞങ്ങൾക്ക് ആക്ച്വലി കേരളത്തിൽ വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല, ഇവിടെ മാത്രം. ഇവിടെ തന്നെ കോച്ചിങ് കിട്ടി അല്ലെങ്കിൽ ഇവിടെ തന്നെ ട്രെയിനിങ് കൊടുത്ത് വിജയിച്ച് പോയിട്ടുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിൽ 15 കമ്മീഷൻഡ് ഓഫീസേഴ്സ് തന്നെയുണ്ട്. ആർമിയിലുണ്ട്, നേവിയിലുണ്ട്, എയർഫോഴ്സിലുണ്ട്. ഇതുകൂടാതെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലുണ്ട്. മിലിറ്ററി നഴ്സിംഗ് സർവീസസിലും ഇപ്രാവശ്യം ഇപ്പം തന്നെ എൻ്റെ ഒരു 6 കുട്ടികൾ ആൾറെഡി മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഡൽഹിയിൽ പോയിരിക്കുകയാണ്. അവരുടെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അവർക്കിവിടെ കോച്ചിങ് കഴിഞ്ഞു, അവരവിടെ അങ്ങോട്ട് പോയി. അപ്പോൾ 15 പേര് അതുൾപ്പെടെ 252 പേര് ഇതിനകം ഈ സ്ഥാപനത്തിൽ പഠിച്ച് ജോലി വാങ്ങിക്കഴിഞ്ഞു. വിത്തിൻ 7 ഇയേഴ്സ്. ഇത് ഞാൻ പഠിച്ച ഒരു വിദ്യാലയത്തിൽ ഞാൻ അതിൻ്റെ നവതിക്ക് പോയി. അതായത് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി ഞാൻ അവിടെ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ പ്രിൻസിപ്പലിനോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇവിടുന്ന് എത്ര പേര് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോയിട്ടുണ്ട്? നോട്ട് എ സിംഗിൾ വൺ.
അപ്പോൾ 90 വർഷത്തെ ഹിസ്റ്ററിയിൽ പോലും ഒരു സ്കൂളിന് ഒരു കുട്ടിയെ ഒരു നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് കടത്തിവിടാൻ പറ്റിയിട്ടില്ല എങ്കിൽ 7 വർഷം കൊണ്ട് നമുക്ക് ഈ 15 കമ്മീഷൻഡ് ഓഫീസേഴ്സിനെയും അതുപോലെ ഇത്രയും ആൾക്കാരെയും നമുക്ക് അവർക്ക് ജോലി ലഭിക്കാനായിട്ട് നമുക്ക് അതിന് പറ്റിയ രീതിയിൽ പര്യാപ്തമായ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് അത് വിശേഷിപ്പിക്കാം. അപ്പോൾ അത് ഒന്ന്. ഇത് കൂടാതെ ഇവിടെ ധാരാളം കോച്ചിങ് അക്കാഡമീസ് പലയിടത്തുമൊക്കെ ഉണ്ടല്ലോ, PSC കോച്ചിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് എത്ര പേർക്ക് അസാപ്പ് കേരളയുടെ അംഗീകാരമുണ്ട്? അതായത് അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അക്വിസിഷൻ പ്രോഗ്രാം ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. ഇത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ അക്രഡിറ്റേഷൻ നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് SEF. ഇതുകൂടാതെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. അത് കാരണം ഞങ്ങൾക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് ISO 9001:2015 അതിൻ്റെ അക്രഡിറ്റേഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അന്തർദേശീയ ഗുണനിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ട് അതിന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് PMKVY എന്നുള്ള ഇതുണ്ട്, അതുപോലെ സ്കിൽ ഇന്ത്യ, ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾക്ക് പല വിധത്തിലുള്ള ഇതുപോലുള്ള അംഗീകാരങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കാലയളവിനുള്ളിൽ നേടിയെടുത്തിട്ടുള്ള ഒരു സ്ഥാപനം ഒരു പക്ഷേ SEF മാത്രമേ. തീർച്ചയായും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. സാർ, ഈ 15 ഓഫീസർമാർ കമ്മീഷൻഡ് ഓഫീസർമാരെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഉപചോദ്യമായി, ഈ ഓഫീസേഴ്സ് കേഡറിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും അപ്രാപ്യമായ ഒരു കാര്യമാണോ? അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഓഫീസറാകുകയില്ലായിരുന്നു. 100% തീർച്ചയായും. ഞാൻ സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് 16.5 വയസ്സേ ഉള്ളൂ. അതും ഞാൻ പോകുന്നത് ഒരു ടെക്നിക്കൽ കോഴ്സ് ചെയ്യാനാണ്, ഒരു ഡിപ്ലോമ കോഴ്സ് ആസ് ആൻ അപ്രൻറ്റീസ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അതിൽ ചെന്ന് അതിനുശേഷം അവിടുന്നാണ് ഞാൻ ആർമി കേഡറ്റ് കോളേജിലേക്കും അതിനുശേഷം ബാക്കിയുള്ള ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ വരുന്നതും അതിനുശേഷം ബാക്കിയുള്ള കോഴ്സസും പോസ്റ്റ് ഗ്രാജുവേഷനും ബാക്കിയുള്ള സംഗതികളെല്ലാം ചെയ്യുന്നത് അതിനുശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാപ്യം തന്നെയാണ്. അതല്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇത്രയും കുട്ടികൾ ഒരിക്കലും കമ്മീഷൻഡ് ഓഫീസറായിട്ട് പോകത്തില്ലായിരുന്നു. പക്ഷേ എന്താണ് ഇത്രയും ബാക്കി നമ്മുടെ ഒരു അതായത് 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൽ നിന്ന് വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള കുട്ടികൾ എന്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അവർക്ക് ഈ ഓഫീസേഴ്സ് കാഡറിലില്ല എന്ന് ചോദിച്ചാൽ അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ലാക്ക് ഓഫ് അവെയർനെസ്, ലാക്ക് ഓഫ് ഗൈഡൻസ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഒരു അഭാവത്തിലാണ് ഈ കുട്ടികൾ പലതും. കാരണം അവർ സ്കൂളിൽ എപ്പോഴും അവരെ നമ്മൾ അറിയപ്പെടുന്നത് വിദ്യാർത്ഥി എന്നാണ്. അവൻ എന്നാണ് വിദ്യാർത്ഥിയിൽ നിന്ന് ഉദ്യോഗാർത്ഥിയായി മാറുന്നതെന്ന് ആ കുട്ടിക്കും അറിയില്ല, അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനറിയില്ല, അവരുടെ പേരൻസിനറിയില്ല. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥിയായി മാറുന്നത് അവൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെയാണ് എന്നുള്ളൊരു ബോധം വരികയാണെങ്കിൽ അത് എനിക്ക് പറ്റുന്ന മേഖല ഇതാണ്, എൻ്റെ കായികശേഷി, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ അഭിരുചി, അതുപോലെ എൻ്റെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം വെച്ച് എനിക്ക് സാധിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിനനുസരിച്ച് അവന് ഗൈഡൻസ് കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ധാരാളം കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് വരാൻ പറ്റും. ഇപ്പം തന്നെ കേരളത്തിൽ ഒരു സൈനിക് സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം മുതൽ നമുക്ക് 2 കൂടി വരികയാണ്. 3 സൈനിക് സ്കൂൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിലൊന്നല്ല, എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടായി വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അവയർനെസ് വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ അധ്യാപകന്മാരും എല്ലാവരും ഇതിന് ഒരല്പം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ സമയത്ത് ഗൈഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രധാനം, ലാക്ക് ഓഫ് അവയർനെസ്. അതാണ് SEF കൊടുക്കുന്നത്. അതെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ മറ്റൊരു കോർ കോമ്പീറ്റൻസി ആയിട്ട് സാറിന് അതായത് ഒന്നാമത്തെ കാര്യം
നമ്മുടെ ഈ ഹാർഡ് സ്കിൽ ഡെവലപ്മെൻറ്റിനെ പറ്റി എല്ലാവരും ഇപ്പോൾ ഒരുത്തന്നെ ഒരു വെൽഡർ ആകണം, ഒരു കാർപ്പൻ്റർ ആകണം, മേസൺ ആകണം, ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഹാർഡ് സ്കില്ലാണ്. പക്ഷേ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരുത്തൻ സംഗീതം പഠിച്ച് നല്ല രാഗത്തിൽ പാടുന്നുണ്ടെങ്കിൽ അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. അതുപോലെ ഒരു ഒറേറ്ററി നല്ലപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് തന്നെ അത് തന്നെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത് ഒരു നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് നമ്മൾ സ്കൂളിലെങ്ങും ഇല്ല, കോളേജിലും ഇല്ല. എന്നാൽ എല്ലാവരും വ്യക്തിത്വ വികസനത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഇത് വ്യക്തിത്വ വികസനം ഇങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലാക്കി ആ കുട്ടികളെ ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ 4 ആസ്പെക്ട്സാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കുട്ടിക്ക് ആ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് ഒരു ആദ്യത്തെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഗ്രൂമിങ്. ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് യു ആർ ഫിറ്റ് ഫോർ ആൻ ഓഫീസർ എന്ന് അവനോട് പല പ്രാവശ്യം പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കണം. യെസ് നിനക്ക് അതിനുള്ള കായിക ശേഷിയുണ്ട്, അതിനുള്ള ബുദ്ധിശക്തിയുണ്ട്, അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അതിനുള്ള ബാക്കിയുള്ളതുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ ഒരു ആസ്പെക്ട് ദാറ്റ് ഗ്രൂമിങ് വിൽ കം. ഇനി അവന് വേണ്ടുന്ന വേറൊരു മേഖലയാണ് മെൻറ്റോറിങ്. മെൻറ്റോറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാ ഭാഷകളും അതെല്ലാം ലാംഗ്വേജാണ്. പക്ഷേ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതായത് ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഒരു ഇൻ്ററാക്റ്റീവ് ആക്ടിവിറ്റി നടക്കുന്നത്, ഇപ്പോൾ ഒരു ബധിരനും ഒരു കണ്ണു കാണാത്തവനും ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒരു ഊമയും ഒരു ബധിരനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയായിരിക്കും? അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് സൈൻ ലാംഗ്വേജിലായിരിക്കും. അതിൻ്റെ അർത്ഥം ഈ സൈൻ ലാംഗ്വേജിലൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്നല്ലേ അതിൻ്റെ അർത്ഥം. സത്യത്തിൽ 93% കമ്മ്യൂണിക്കേഷനും നമുക്ക് ബോഡി ലാംഗ്വേജിലൂടെ മാത്രം സാധിക്കും. അതായത് ലോകത്തിലുള്ള എല്ലാ ഭാഷകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൺലി ഫില്ലിങ് അപ്പ് ഓൺലി 7% ഓഫ് ദ വാക്യൂം. 93% ഈസ് ബോഡി ലാംഗ്വേജ്. ഇറ്റ് ഈസ് ആൻ അൺസ്പോക്കൺ അൺറിട്ടൺ ലാംഗ്വേജ്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് ഒരു കുട്ടിയെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മെൻറ്റോറിങ്. നീ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഐ കോണ്ടാക്റ്റ് ചെയ്യണം, എങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടുവരണം, എങ്ങനെ സംസാരിക്കണം, അപ്പോൾ അതിൻ്റെ മോഡുലേഷൻ ഓഫ് വോയിസ് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവനത് സ്വാംശീകരിച്ച് അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കി ശരിയാക്കിയെടുക്കുക. അങ്ങനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വരുന്നത്. ഇനിയാണ് 4th വൺ ഈസ് കോച്ചിങ്. കോച്ചിങ് ഈസ് ബേസിക്കലി ഫോർ അക്കാഡമിക്സ്. അക്കാഡമിക്സിൻ്റെ ഒരു പ്രത്യേകത, കോച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ടീച്ചിങ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്, വേറസ് കോച്ചിങ് ഈസ് നോട്ട് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് നോളജ്. കോച്ചിങ് ഈസ് ബേസിക്കലി എയിംഡ് അറ്റ് എ പർട്ടിക്കുലർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ. നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഉള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് കോച്ചിങ്. അപ്പോൾ ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, അതിന് എങ്ങനെ ഏത് വിധത്തിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ആവശ്യം, അതുപോലെ തന്നെ ചില ഫോർമുല അതും ഇതുമൊക്കെ നമുക്ക് ഇപ്പോൾ ഫിസിക്സിൻ്റെ ആയാലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ ആയാലും ചില ഫോർമുലകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട്സൊക്കെ. അപ്പോൾ അതൊക്കെ ആ ന്യൂവാൻസസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതാണ് കോച്ചിങ്. ആ കോച്ചിങ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മേഖല. ഈ മേഖല അതായത് വെദർ ഇറ്റ് ഈസ് മെൻറ്റോറിങ്, വെദർ ഇറ്റ് ഈസ് ഗ്രൂമിങ്, വെദർ ഇറ്റ് ഈസ് കോച്ചിങ്, വെദർ ഇറ്റ് ഈസ് മോട്ടിവേഷൻ ആൻഡ് മേക്കിംഗ് അവെയർനെസ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സാരഥി സെൻറ്റർ. മാക്സിമം കോമ്പറ്റൻ്റ് ആയി ഇവിടുന്ന് പുറത്തിറങ്ങിയുള്ളൂ. അതെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പ്രിപ്പയറിംഗ് ദം ടു ടു സെക്യൂർ എ ജോബ്. അപ്പം ഞങ്ങളുടെ മോട്ടോ തന്നെയാണ് ഇത്. അതായത് ഇഫ് യു ഹാവ് ദ ഇൻക്ലിനേഷൻ, വി ഹാവ് ദ എക്സ്പെർട്ടീസ് ടു സെക്യൂർ എ ജോബ് ഫോർ യു. ഇഫ് യു ഹാവ് ദ ഇൻക്ലിനേഷൻ,
വി ഹാവ് ദ എക്സ്പെർട്ടീസ് ടു സെക്യൂർ എ ജോബ് ഫോർ യു. ഇതാണ് ഞങ്ങളുടെ മോട്ടോ. സർ, ഇത് കേട്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കൗതുകവും ആകാംക്ഷയും പ്രേക്ഷകർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനമായി ഒരൊറ്റ ചോദ്യം കൂടി. സാരഥി കുവൈറ്റ് പോലെയുള്ള ഇത്രയും പാരമ്പര്യമുള്ളൊരു സംഘടന, ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ ഉള്ളൊരു സംഘടന, അവരിതുപോലെ വളരെ വ്യത്യസ്തവും നൂതനവുമായ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നു. ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ കൊച്ചി നഗരമുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തിരുവനന്തപുരമുണ്ട്. എത്രയോ ആംബിയൻസ് ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ചേർത്തല പോലെ ഇങ്ങനെ ഒരു കടലോര ഗ്രാമപ്രദേശത്ത് ഇത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്ഥാപനം തുടങ്ങുവാനുള്ള കാരണം? വളരെ റെലവൻ്റ് ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രസക്തിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം അതെല്ലാവരും പലരും ചോദിക്കാറ് കൂടിയുണ്ട് ഇങ്ങനെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം. അതായത് ഒന്നാമത്തത്, നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഹൂ ഈസ് അവർ ടാർഗറ്റ് പോപ്പുലേഷൻ? ആ ടാർഗറ്റ് പോപ്പുലേഷൻ അവർക്ക് സാധാരണ റൂറൽ ബെൽറ്റിലുള്ള അതുപോലെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അവർക്കാണ്, ദേ ആർ അണ്ടർ പ്രിവിലേജ്ഡ്. അവർക്ക് ഒരവസരം നമ്മൾ കണ്ടുകൊടുക്കുകയും അവർക്കൊരു ജോലി നേടിക്കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രസക്തിയുണ്ട്. കാരണം ഈ ഫെസിലിറ്റി ഉള്ള എല്ലാം സൗകര്യങ്ങളും ഉള്ള ഏതെങ്കിലും ഒരു നഗരപ്രദേശത്താണെങ്കിൽ ഒരു പക്ഷേ അവന് ഇതിൻ്റെ ആവശ്യം വരില്ല. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ റൂറൽ ബെൽറ്റോ അല്ലെങ്കിൽ കോസ്റ്റൽ ബെൽറ്റോ. ഒന്നാമത്തെ കാര്യം, ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു പിന്നോക്ക ഡിസ്ട്രിക്റ്റാണ്, ജില്ലയാണ്. പിന്നോക്ക ഒരു ജില്ലയിൽ അതിൽ പിന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു താലൂക്കാണ് സത്യത്തിൽ ചേർത്തല താലൂക്ക്. ചേർത്തല താലൂക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് കരപ്രദേശമാണ്. കര എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സൈഡിൽ വേമ്പനാട് കായൽ, മറ്റൊരു സൈഡിൽ അറേബ്യൻ സീ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലാൻഡ് മാസാണ് സത്യം പറഞ്ഞാൽ ഈ താലൂക്ക്. 3 കിലോമീറ്റർ മുതൽ 13 കിലോമീറ്റർ വരെ ആണ് വീതിയുള്ള ഒരു കരപ്രദേശം. ഇത് രണ്ടിനും ഇടയ്ക്ക് സാൻഡ്വിച്ച് ആയിട്ടുള്ള ഒരു കരപ്രദേശമാണ് ഈ പറഞ്ഞ താലൂക്ക്. അപ്പോൾ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ 1-ാം ലോക മഹായുദ്ധത്തിൽ അന്ന് ചേർത്തല താലൂക്ക് അല്ലായിരുന്നു, ചേർത്തല ഒരു വില്ലേജ് മാത്രമായിരുന്നു. ചേർത്തല വില്ലേജിൽ നിന്ന് ഏകദേശം 141 മറ്റേ സോൾജേഴ്സ് ഇവിടുന്ന് പോയി ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപമുണ്ട്. അത് നമ്മുടെ മിനി സിവിൽ സർവീസസിൽ ഇപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം. അവിടെ ചേർത്തല വില്ലേജ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും പേര് ദേ ഹാവ് ടേക്കൺ പാർട്ട് ഇൻ വേൾഡ് വാർ ഫസ്റ്റ് 1919, അതായത് വേൾഡ് വാർ തീർന്നപ്പോഴാണ് ആ എപ്പിറ്റാഫ് അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുണ്ട്. അപ്പോൾ പണ്ട് മുതലേ തന്നെ ഈ മാർഷൽ ആർട്സോ അതല്ലെങ്കിൽ അതിന് ഈ സൈനിക വിഭാഗത്തിലേക്ക് പോകാനുള്ള വാഞ്ചയുള്ള ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്ഥാപിക്കുക. പക്ഷേ അതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്ഥാപനങ്ങളില്ലായിരുന്നു. സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് അതിനു വേണ്ടിയുള്ളൊരു ചെറിയ ശ്രമമാണ്. അതാണ് അത് ഫലം കണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യം. അതാണ് ഇവിടെയുള്ള മറ്റ് ഔട്ട്ഡോർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇൻഡോർ ആക്ടിവിറ്റി, അതായത് കോച്ചിങ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വെളിയിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പാഠ്യപദ്ധതിയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് അതിന് പറ്റിയ ഒരു ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണണം. നമുക്ക് അങ്ങോട്ട് പോകാം, പ്ലീസ്.
പ്ലീസ് കം. SCFEയുടെ ഒരു പ്രത്യേകത, ഇതിന് ഒരു ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി കൂടിയുണ്ട്. കാരണം ഒരു ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി ഇല്ലാതെ ഞങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഇവർ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എക്സാം ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്ത് വിടും അവരെ. അതായത് ബേസിക്കലി ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് യൂണിഫോംഡ് സർവീസസിലേക്കാണ്. യൂണിഫോംഡ് സർവീസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, അവർ ആർമഡ് ഫോഴ്സസിലേക്ക്, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലേക്ക് പോകും, ആർമി, നേവി, എയർഫോഴ്സ് മുതലായവ, അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് പോകുക. ഈ CRPF ഒക്കെ പോലെ അതാണ് CISF, CRPF, BSF, ITBP, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതെല്ലാം. നമുക്ക് വേണമെങ്കിൽ NDRF എന്ന് വേണേൽ പറയാം, RPF എന്ന് പറയാം. ഇതെല്ലാം യൂണിഫോം ധരിക്കുന്നവരാണ്. ഇവരുടെ സെലക്ഷൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് റിട്ടൺ ടെസ്റ്റ് മാത്രമല്ല, അവർക്ക് കായികമായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി അതിൻ്റെ അകത്ത് ഇൻവോൾവാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു പ്രശിക്ഷണം അവർക്ക് ആവശ്യമാണ്. നോർമലി കുട്ടികൾക്ക് അത് കിട്ടാറില്ല. സാധാരണ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇപ്പോൾ ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട്ഡോർ ഫെസിലിറ്റി ഉണ്ടാകത്തില്ല. അവിടെ ആരെങ്കിലും ഏതെങ്കിലും ഇതിനു വേണ്ടി എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി ക്വാളിഫൈ ആയെന്ന് വെച്ചോ, അവർക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. വന്ന ശേഷമായിരിക്കും അവർക്ക് ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടുന്ന ട്രെയിനിങ് അവർക്ക് പ്രാപ്തമാകും. നമ്മൾ ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം അതാണല്ലേ? ഈ കാണുന്ന സൗകര്യങ്ങളെല്ലാം പരിമിതമായിട്ടുള്ള സൗകര്യമാണെങ്കിൽ പോലും ഇത് സത്യത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഇതുപോലൊരു ഔട്ട്ഡോർ ഫെസിലിറ്റി, ട്രെയിനിങ് ഫെസിലിറ്റി വേറെ ആർക്കും. അത് കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും. കേരളത്തിൽ തന്നെ ഇത് അപൂർവമായിരിക്കും. പക്ഷേ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഇറ്റ് ഈസ് ഡെഫിനിറ്റ്. കാരണം ഇവിടെ ഈ ട്രെയിനിങ് ഫെസിലിറ്റി, ഇതുപോലെ ഒരു ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി ഉള്ള വേറൊരു സംവിധാനമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതെല്ലാം ഒന്ന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് വരുമ്പോൾ ഇത് ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വശം, ഇത് ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതായത് ഇൻഡിവിജ്വലായിട്ടല്ല, ഗ്രൂപ്പായിട്ടായിരിക്കും ഈ ആക്ടിവിറ്റീസ്, ഈ ഒബ്സ്റ്റക്കിൾസ് എല്ലാം അവർ കൈകാര്യം ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഗ്രൂപ്പ് ടാസ്ക് 1, ഗ്രൂപ്പ് ടാസ്ക് 2, ഗ്രൂപ്പ് ടാസ്ക് 3 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. എന്നാൽ നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെല്ലാം ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്നാണ്. അതിൻ്റെ അർത്ഥം അത് ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പായിട്ടല്ല ചെയ്യേണ്ട, ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു 10 ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ 10 ഒബ്സ്റ്റക്കിൾസ് അതിനെല്ലാം നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 അങ്ങനെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കാണാം 9 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതിലും ഇങ്ങനെ മാർക്ക് ചെയ്ത ഒരു 10 ഒബ്സ്റ്റക്കിൾസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഈ 10 ഒബ്സ്റ്റക്കിൾസ് ഇൻഡിവിജ്വലായിട്ട് ചെയ്യണം. ഒരു വ്യക്തി, ഒരു കാൻഡിഡേറ്റ്, അയാൾക്ക് 3 മിനിറ്റ് സമയം കൊടുക്കും. ഈ 10 ഒബ്സ്റ്റക്കിൾസും അയാൾ ക്രോസ് ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയാൾക്ക് ആ മാർക്ക് കിട്ടുക. പക്ഷേ ചിലപ്പോൾ സപ്പോസ് ഞാൻ വളരെ എഫിഷ്യൻ്റായിട്ട്, എൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി നല്ലതാണ്, അങ്ങനെ ചിലപ്പോൾ ഞാൻ 2.5 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ 30 സെക്കൻഡ്സ് അഡീഷണൽ ഉള്ളതിന് എനിക്കിതിനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അഡീഷണൽ മാർക്സ് കിട്ടും. അഡീഷണൽ മാർക്സ് കിട്ടുമ്പോൾ ഞാൻ ബാക്കിയുള്ളവരേലും മുമ്പിലാവും മെറിറ്റിൽ. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നത്തിനും അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി വെച്ചിട്ട് അതിനു വേണ്ടി അവർ ഈ ഓരോന്നത്തിനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലോ ഹർഡിൽസ് കാണുന്നുണ്ട്. ആ ലോ ഹർഡിൽസ് ഏറ്റവും സിമ്പിളാണ്, അത് കാരണം അതിനൊരു മാർക്കേ ഉള്ളൂ. എന്നാൽ ഈ വെർട്ടിക്കൽ റോപ്പ് ഈ കാണുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടാണ്. അതാ കാരണം കൈയുടെ ശക്തി കൊണ്ട് മാത്രം മുകളിൽ വരെ പോകണം, താഴത്തിറങ്ങി വരണം. അതിന് 10 മാർക്കാണ്. അപ്പോൾ അതുപോലെ ഈ ടൈഗർ ലീപ്പ് എന്നുള്ള ഇതിന് 9 മാർക്കാണ്. അതുപോലെ എല്ലാത്തിനും ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡം വെച്ചിട്ട് അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ കോഴ്സ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തു 2 മിനിറ്റ് 30 സെക്കൻഡ്. 30 സെക്കൻഡ് നൗ ഐ ഗോട്ട് എക്സ്ട്രാ. ആ എക്സ്ട്രാ സമയം ഞാൻ എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ സ്കോർ എനിക്ക് എവിടെ കിട്ടുമോ അത് ഞാൻ 2 റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത്ര കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടും. സപ്പോസ് ഇപ്പോൾ ഞാൻ 10th കഴിഞ്ഞ് ആദ്യത്തെ ഒരു കണ്ടീഷനുണ്ട് ഇതിൽ,
10 ഒബ്സ്റ്റക്കിൾസും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരെണ്ണം തന്നെ 10 പ്രാവശ്യം ചെയ്ത് കഴിയാം, അത് സാധിക്കാമല്ല. അതിനപ്പോൾ 10 ഒബ്സ്റ്റക്കിൾസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതും വിത്തിൻ 3 minutes കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 minutesന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഞാൻ ഐ വിൽ ഗോ ടു ദാറ്റ്. കാരണം ഇതിന് ടൈഗർ ലീപ്പ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനൊന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 9 പോയിന്റ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇതാണ് ടാർസൻ സ്വിങ് എന്ന് പറയും. ഈ ടാർസൻ സ്വിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഞാനൊന്ന് സ്വിങ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 8 points. അങ്ങനെ എല്ലാത്തിനും കൂടുതൽ. അപ്പോൾ എനിക്ക് 30 സെക്കൻഡ് കൊണ്ട് ഒരു പക്ഷേ 2 or 3 എണ്ണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് മോർ സ്കോർ. അപ്പോൾ ഞാൻ മെറിറ്റിൽ ബാക്കിയുള്ളവരേനും മുമ്പിലെത്തും. അപ്പം ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ഒബ്സ്റ്റക്കിൾ കോഴ്സസ് അവിടെ ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ വേണ്ട പെർഫെക്ഷൻ കിട്ടണം അവർക്ക്. ആ ട്രെയിനിങ്ങിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടണം. ഇപ്പോൾ ഇത് ക്ലൈംബ് ചെയ്യണം, വെർട്ടിക്കൽ റോപ്പ് ക്ലൈംബ് ചെയ്യണമെങ്കിൽ അതിനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് അവൻ ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുമോ, അതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഇതുപോലെ ഈ ഒബ്സ്റ്റക്കിൾ കോഴ്സ്. പക്ഷേ ഈ ഗ്രൂപ്പ് ടാസ്കിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്റ്റാർട്ട് പോയിൻ്റ് ഉണ്ട്, ഒരു ഫിനിഷ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും ബൗൺസ് എന്നാണ് പറയുക. ഈ ഒബ്സ്റ്റക്കിൾസ് എല്ലാം ദേ ആർ ഓൾ കോൾഡ് ബൗൺസ്. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ഓരോ ബൗൺസും ടാക്കിൾ ചെയ്തിട്ട് വേണം ആ ഫിനിഷ് പോയിന്റിലെത്താൻ. ഓക്കെ. അപ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, കളർ കോഡ്സ് ഉണ്ട്. ആ കളർ കോഡ്സിന് കുറേ റൂൾസ് കൊടുത്തിട്ടുണ്ട്. റൂൾസ് ഓഫ് ദ ഗെയിം, റൂൾ ഓഫ് ഇൻഫിനിറ്റി ആൻഡ് ബൗൺസ്, 2 feet റൂൾ, റൂൾ ഓഫ് റിജിഡിറ്റി, റൂൾ ഓഫ് കളേഴ്സ്, റൂൾ ഓഫ് വയലേഷൻസ്. ഇതൊക്കെ ഈ കളർ കോഡിലുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ചിലത് ബ്ലൂ കളറുണ്ട്. ആ ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മാൻ ക്യാൻ ടച്ച്, മെറ്റീരിയൽ കനോട്ട് ടച്ച്. വൈറ്റ് ആണെങ്കിൽ മാൻ ആൻഡ് മെറ്റീരിയൽ ബോത്ത് ക്യാൻ ടച്ച്. റെഡ് ആണെങ്കിലോ ബോത്ത് മെറ്റീരിയൽ ആൻഡ് മാൻ കനോട്ട് ടച്ച്. അപ്പം അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും ഇവർക്ക് കൊടുക്കുക. അതാകുമ്പോൾ അവർക്ക് ഇഫക്റ്റീവായിട്ട് ചിന്തിക്കണം. അവരുടെ എഫക്റ്റീവ് ഇൻ്റലിജൻസ് കൂടി ഇതിൻ്റെ അകത്ത് ആപ്ലിക്കബിളാണ്. സർ, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ആർമിയും നേവിയും ഒക്കെ ടെസ്റ്റുകൾ നടത്തുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ബേസിക്കലി ഓഫീസേഴ്സിൻ്റെ സെലക്ഷന് വേണ്ടിയുള്ളതാണ്. ഓഫീസേഴ്സിൻ്റെ ഒരു സെലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് മസിൽ പവർ മാത്രം പോരാ, ബ്രെയിൻ പവർ കൂടി വേണം. അപ്പോൾ അവരുടെ എല്ലാ ഒബ്സ്റ്റക്കിൾസും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻ എലിമെൻ്റ് ഓഫ് എഫക്റ്റീവ് ഇൻ്റലിജൻസ്, അതിൻ്റെ യൂസേജ് കൂടി അതിൻ്റെ അകത്ത് വരും. അത് വരാത്ത ഒരു ഇതും ഉണ്ടാകത്തില്ല. എല്ലാത്തിലും ദർ വിൽ ബി ആൻ ആപ്ലിക്കേഷൻ ഓഫ് എഫക്റ്റീവ് ഇൻ്റലിജൻസ് ഇൻ ദാറ്റ്. അത് ഉണ്ടെങ്കിൽ അതാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾ വരുമ്പോൾ ഒരു വാമിംഗ് അപ്പ് ഡ്രില്ലുണ്ട്. അതിനുശേഷം അവർക്ക് ഒരു ഫിസിക്കൽ അവരുടെ എല്ലാ സ്ട്രെച്ചസും അതും ഇതുമൊക്കെ കൊടുത്ത ശേഷമായിരിക്കും പിന്നെ ഈ ഓരോ ഒബ്സ്റ്റക്കിൾസ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു കൊടുക്കും. സിസ്റ്റമായിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതനുസരിച്ചിട്ട് അവരുടെ ആ പെർഫെക്ഷൻ വരുന്നത് വരെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ദാറ്റ് സേഫ്റ്റി ഈസ് ഓൾവേസ് ടേക്കൺ കെയർ ഓഫ്. അതല്ലെങ്കിൽ മുകളിലേക്ക് കയറുമ്പോൾ കൈവിട്ടു ആളുരുണ്ട് താഴത്ത് വീണോ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് വി മേക്ക് ഷുവർ ദാറ്റ് അവൻ്റെ ആ സേഫ്റ്റി ആസ്പെക്റ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ്. ആ രീതിയിലാണ്. കഴിഞ്ഞ കുറേ സമയമായി നമ്മൾ SCFയിലൂടെ ഒന്ന് യാത്ര ചെയ്യുകയായിരുന്നു. നിങ്ങളതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടു. നമ്മുടെ ഏറെ ബഹുമാനായ കേണൽ സാറിൻ്റെയും നമ്മുടെ ചെയർമാൻ അരവിന്ദൻ സാറിൻ്റെയും ഒക്കെ വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പോൾ മനസ്സിലായല്ലോ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ശ്രീനാരായണ പരമ സദ്ഗുരുവിൻ്റെ തിരുനാമധേയത്തിൽ ഇത്രയും മഹനീയമായ, ഇത്രയും പ്രൊഫഷണലായ, ഇത്രയും സിസ്റ്റമാറ്റിക്കായ വേറെ ഒരു ട്രെയിനിങ് സെൻറ്റർ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യൂണിഫോംഡ് സർവീസ്, അതല്ലെങ്കിൽ മറ്റ് ജോലി സാധ്യതകൾ, ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ, ഒരു ഉദ്യോഗാർത്ഥിയെ ഇത്രയ്ക്കും ഗ്രൂം ചെയ്ത് ഒരു
സോൾജിയറായി, അതല്ലെങ്കിൽ ഏതൊരു മത്സര പരീക്ഷയ്ക്കും വിജയിക്കുവാൻ അവൻ കോമ്പീറ്റൻ്റ് ആയാണ് ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്. ഇപ്പോൾ ലാക്ക് ഓഫ് ട്രെയിനിങ്, ലാക്ക് ഓഫ് നോളജ്, ലാക്ക് ഓഫ് അവെയർനെസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കുറവെന്ന് കേണൽ സാറ് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണിത്. മാത്രവുമല്ല വളരെ തുച്ഛമായൊരു ഫീസ് സ്ട്രക്ചർ നമ്മളതിവിടെ പറയുന്നില്ല. നിങ്ങൾക്കിവിടെ പുറകിൽ കാണാം. 24/7 കസ്റ്റമർ സർവീസാണ് സാരഥി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറും എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളും എല്ലാം താഴെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതുമാത്രവുമല്ല, മഹാഗുരുവിൻ്റെ തിരുനാമധേയത്തിലുള്ള പ്രസ്ഥാനമായതുകൊണ്ട് SNDP യൂണിയനുകളുടെയോ ശാഖായോഗങ്ങളുടെയോ ഒരു റെക്കമെൻഡേഷനോട് കൂടിയാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫീസ് ഇളവുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രോഫിറ്റ് മോട്ടോ ഉള്ള സ്ഥാപനമല്ല. ഈ കുലത്തിൻ്റെ ഉന്നതിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം തന്നെ. സാധാരണക്കാരായ ആർക്കും ഇവിടെ കടന്നു വന്ന് വളരെ തുച്ഛമായ ഫീസിൽ ഏറ്റവും സ്റ്റാൻഡേർഡായ, നോക്കൂ, നിങ്ങളൊന്ന് ഇന്ത്യയിൽ തന്നെ പരിധി നോക്കൂ, എല്ലാ ദിവസവും വളരെ എക്സ്പീരിയൻസ്ഡായ 34 വർഷത്തെ ആംഡ് സർവീസിൽ സേവനമുള്ള ഒരു കേണലിൻ്റെ സർവീസ് ലഭിക്കുന്ന ഏത് സ്ഥാപനമാണ് ഇന്ത്യയിൽ വേറെയുള്ളത് ഇത്രയും ചെറിയ ഫീസിന്? മാത്രവുമല്ല, ഞാനിവിടെ ഇവരുമായൊക്കെ ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത്, ഓരോ കുട്ടിക്കും അർഹമായ ഒരു തുക സാരഥി അവരുടെ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നും ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ഒരു സമൂഹത്തെ തന്നെ ഉയർത്തുവാനുള്ള വലിയൊരു ശ്രമമാണിത്. നിങ്ങളെല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ മറ്റ് സമൂഹത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളിവിടെ വരണം. കുറഞ്ഞ പക്ഷം ഈ സ്ഥാപനം ഒന്ന് കാണണം. എറണാകുളത്ത് നിന്നും വരുന്നവരാണെങ്കിലും ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ചേർത്തല SN കോളേജ്, ശ്രീനാരായണ കോളേജിൻ്റെ ആ സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാം. അവിടെ നിന്നും ഒരു 500 മീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ, വെറും 500 മീറ്റർ. ഇനി നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെ നിന്നും 10 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇവിടേക്ക് ദൂരം. ഇവരെ വരകാടി ദേവീ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ജസ്റ്റ് മുന്നിലാണ് ഈ സ്ഥാപനമുള്ളത്. ഓട്ടോറിക്ഷയ്ക്കോ മറ്റോ വരുന്നവരാണെങ്കിൽ SN കോളേജ് ജംഗ്ഷനിൽ നിന്നും വരകാടി ടെമ്പിൾ ജംഗ്ഷനിൽ ആ ക്ഷേത്രം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾ വരിക, ഈ സ്ഥാപനം കാണുക, ഇവിടുത്തെ ഫെസിലിറ്റീസ് മനസ്സിലാക്കുക. ഇത്രയും വലിയ സേവനവും സൗകര്യവും തരുന്ന ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇതൊരു വലിയ വിജയമാക്കേണ്ടത് ശ്രീനാരായണ ഗുരുഭക്തരായ നാം ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇത്രയും വലിയൊരു ഉദ്യമം നടത്തുന്ന സാരഥി കുവൈറ്റിൻ്റെ ആ ഒരു വലിയ മനസ്സിനെ നമിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സമക്ഷം മഹാഗുരുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.